മാത്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് കൃതി നിയമങ്ങളെ കുറിച്ച്, ലോ ഓഫ് എക്സ്പോണൻസിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ ലോ ഓഫ് എക്സ്പോണൻസ് എന്താണ് എന്നുള്ളത് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാത്സ്യൂൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇറക്കിയിരുന്നു. അപ്പൊ അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ ചോദ്യങ്ങളെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് നോക്കാം. ആദ്യം അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഈ കൃതി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എക്സ്പോണന്റ് എന്ന് പറഞ്ഞാൽ പവർ എന്നും പറയും. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാല് 2 × 2 × 2 എന്ന് പറയുമ്പോൾ 2നെ 3 ടൈംസ് ആണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. മൾട്ടിപ്ലൈ ചെയ്യാണ്, 3 തവണ മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിനെ ചുരുക്കി എഴുതുന്ന, സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതുന്ന ഒരു രൂപമാണ് ഏത്, ഈ എക്സ്പോണന്റ് ആയിട്ട് എഴുതുന്നത്. അപ്പൊ 2 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 എന്ന് പറയുന്നത് ഈ 2 എത്ര തവണ എഴുതി മൾട്ടിപ്ലൈ ചെയ്തു, ഗുണിച്ചു എന്നുള്ളതാണ് അർത്ഥാക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, 3 സ്ക്വയർ എന്ന് പറഞ്ഞാല് 3 2 തവണ എഴുതിയിട്ടുണ്ട്, 2 ടൈംസ് എഴുതിയിട്ടുണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, 5⁴ എന്ന് പറഞ്ഞാൽ 5 എത്ര വട്ടം എഴുതി, 4 വട്ടം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് കാണിക്കുന്നത് എത്ര തവണ ഈ നമ്പർ മൾട്ടിപ്ലൈ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഏകദേശം എക്സ്പോണന്റിനെ കുറിച്ചിട്ട്, ഈ നമ്പറിനെ കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. ഈ നമ്പർ എത്ര തവണ എഴുതി, 4 തവണ എഴുതി. ഈ നമ്പർ എത്ര തവണ എഴുതി, 2 തവണ എഴുതി. കറക്റ്റ് അല്ലേ? അതാണ് ഇതിന്റെ രൂപം. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പോണന്റിന്റെ ലോ ഒരു വീഡിയോയിൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. എങ്കിൽ അതിലത്തെ കാര്യങ്ങൾ പറയാണ്. നോക്കൂ, 2 ക്യൂബും 2 സ്ക്വയറും രണ്ടും ഒരേ ബേസ് ആണ് താഴെ വരുന്നത് എങ്കിൽ അങ്ങനെയുള്ള പവറുകൾ ഉള്ള നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ പവറുകൾ ആഡ് ചെയ്തിട്ടാണ് എഴുതേണ്ടത്. അപ്പൊ 2⁻3യും 2 സ്ക്വയറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ രണ്ട് ഉണ്ടെങ്കിലും അത് ഒരു തവണ എഴുതിയിട്ട് ഈ പവർ ആഡ് ചെയ്തിട്ട് എഴുതണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും, 2⁵5 എന്നത് ഇതിന്റെ ആൻസർ ആയിട്ട് വരും. അപ്പൊ 5⁵5 ഡിവൈഡഡ് ബൈ 5² അല്ലെങ്കിൽ ഈ ടൈപ്പിൽ എഴുതുന്ന സമയത്ത് അതിന്റെ ആൻസർ വരല് 5⁻, ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യണം, 5 - 2. അപ്പൊ ആൻസർ 5 ക്യൂബ് എന്ന് പറയും. അപ്പൊ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് പവറുകൾ സബ്ട്രാക്ട് ചെയ്തിട്ട് കുറച്ചിട്ട് എഴുതണം. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് പവറുകൾ, കൃതികൾ കൂട്ടിയിട്ട് എഴുതണം. അതാണ് ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാര്യം. ഇനി ഇവിടെ നോക്കൂ, ഒരു പവറുള്ള നമ്പറിന്, ഒരു കൃതിയുള്ള നമ്പറിന് വീണ്ടും ഒരു പവർ വരികയാണെങ്കിൽ ആ പവറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് മൂന്നാമത്തെ നിയമം. അപ്പൊ 3⁴ × 2 ആവും. 4 × 2 എത്ര, 8. അപ്പൊ 3⁸. അപ്പൊ ഇതിന്റെ ആൻസർ 3⁸. പിന്നെ നോക്കൂ, ബ്രാക്കറ്റിനകത്ത് ഇൻഡു ചെയ്തിട്ട് 2 നമ്പറുകൾ ഉണ്ടെങ്കിൽ ആ ബ്രാക്കറ്റ് കളയുമ്പോൾ, ബ്രാക്കറ്റ് ഒഴിവാക്കുമ്പോൾ 3ക്കും പവർ കൊടുക്കണം, 5നും അതേ പവർ കൊടുക്കണം. അപ്പൊ അതാണ് ഇവിടെ എഴുതിയത്, 3² × 5². ഓക്കെ, അടുത്തത് ഒരു കാര്യം അറിയുള്ളൂ, ഏത് നമ്പറിന്റെയും പവർ 0 ആയാല് വാല്യൂ 1 ആയിരിക്കും. അപ്പൊ 5⁻0 എന്ന് പറഞ്ഞാൽ 1, 3⁻0 എന്ന് പറഞ്ഞാലും 1 ആണ്. ഇനി 4⁻0 1, 1/2 എന്ന് പറഞ്ഞാലും 1 തന്നെയാണ്. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്, പവർ 0 ആയാല് വാല്യൂ 1 ആയിരിക്കും. പിന്നെ പവർ 1 ആയാല് അതേ നമ്പർ തന്നെയാണ് റിസൾട്ട് ആയിട്ട് വരിക. 5⁻1 എന്ന് പറഞ്ഞാൽ 5, 2⁻1 എന്ന് പറഞ്ഞാൽ 2. കാരണം എന്താ, 2 ഒരു തവണയുണ്ട്. അപ്പൊ എത്ര വരിക, 2 ആണ് വരിക. എന്താ, ഒരു തവണ 2 എഴുതിയതല്ല അർത്ഥം. ഈ 3⁻0 വരുന്നതിന്റെ എങ്ങനെയാണെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഇതെങ്ങനെയാണ് പവർ 0 വരുമ്പോൾ 1 ആണെന്ന് അറിയാൻ ആ വീഡിയോ കാണുക. സമയം കുറവ് മൂലം ഇതിവിടെ പറയുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് പറയുന്നത്. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കൂ, 2⁵5 + 2⁵5. ഇവിടെ എവിടെയും പ്ലസ് ഇട്ടിട്ട് പറഞ്ഞിട്ടില്ല, എല്ലാം ഇൻറ്റു ഡിവിഷൻ ഇല്ലാത്തതാണ് ഇവിടെ പറഞ്ഞത് അല്ലെ. 2⁵5 + 2⁵5 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, അതിന് ഈക്വൽ ടു 2⁵5 എന്ന് എഴുതാലോ. 2 2⁵5 എന്ന് എഴുതാം. എന്താ അർത്ഥം, ഇത് 2⁵5 മാങ്ങയാന്ന് വിചാരിച്ചോ. അപ്പൊ ഒരു മാങ്ങയും കൂട്ടിയാൽ 2 മാങ്ങ കിട്ടും അല്ലെ. അപ്പൊ 2 × 2⁵5 എന്ന് വരും. അപ്പൊ 2നെ നമുക്ക് 2⁵1 എഴുതാം.
അപ്പൊ 2⁻1 into 2�5 എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം പവറുകൾ ആഡ് ചെയ്യണം. അപ്പൊ 2⁻1 + 5 അത് ആൻസർ 2⁻6 കിട്ടും. അപ്പൊ ഇങ്ങനെ എഴുതാതെ തന്നെ ഇത് കണ്ടിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് പഠിക്കണം. അതെന്താന്ന് വെച്ചാല് രണ്ടിന്റെ പവറുകള് ശ്രദ്ധിക്കാം, രണ്ടിന്റെ പവറുകൾ ഒരേപോലെയുള്ളത് രണ്ടെണ്ണം വന്നു കഴിഞ്ഞാൽ അവ തമ്മിൽ ആഡ് ചെയ്യുമ്പോ കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുക? രണ്ടിന്റെ അടുത്ത പവറാണ് ആൻസർ വരിക. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് സ്വന്തം പറഞ്ഞുതരാം. ഇപ്പൊ 2 ശ്രദ്ധിക്ക 2⁸ 2⁸ ആഡ് ചെയ്താൽ അതിന്റെ റിസൾട്ട് വരല് 2�9 ആയിരിക്കും. ഈ ഐഡിയ ഒന്ന് പഠിക്കുക. 2ന്റെ പവർ ഒരേപോലെയുള്ള രണ്ടെണ്ണം വരുമ്പോ രണ്ടിന്റെ നെക്സ്റ്റ് പവർ ആണ് വരിക. ഓക്കെ, കുട്ടികൾ 2⁻16 എന്നൊക്കെ എഴുതും, തെറ്റാണ്, 2�9 വരും. ഇനി അതേപോലെ 3ന്റെ പവറുകള് ഒരുപോലെയുള്ളത് 3 വന്നാൽ മാത്രമേ എന്താവുള്ളൂ? 3ന്റെ അടുത്ത പവർ ആവുള്ളൂ. ഇതിന്റെ അർത്ഥം എന്താ? ഇത് 3 ആയി, അതിനെ 3 × 3⁴ എന്ന് എഴുതാം. 3 എന്ന് പറഞ്ഞാൽ 3⁻1 ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ നിയമപ്രകാരം എത്ര കിട്ടും? പവർ ആഡ് ചെയ്താൽ മതി 3⁵5. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 3ന്റെ പവർ, 3ന്റെ കൃതി ഒരുപോലെയുള്ളത് 3 വന്നാൽ മാത്രമേ ഉത്തരം ആൻസർ 3ന്റെ അടുത്ത പവർ ആവുള്ളൂ. 2ന്റെ പവർ ഒരേപോലെയുള്ളത് 2 വന്നാൽ 2ന്റെ അടുത്ത പവർ. 3ന്റെ പവർ ഒരേപോലെയുള്ളത് 3 വന്നാൽ 3ന്റെ അടുത്ത പവർ. അപ്പൊ 4ന്റെ പവർ ഒരേപോലെയുള്ളത് 4 വന്നാൽ മാത്രമേ എന്താവുള്ളത്? 4³ ആയിട്ട് മാറുള്ളൂ. ഈ പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കണം. ഒരു എക്സാമിന് ഉണ്ടായ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: 5⁵ plus 5⁵ plus 5⁵ 5⁵ divided by 5⁵5. ഇതാണ് ക്വസ്റ്റ്യൻ ഉണ്ടായത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? ഇത് 1 2 3 4 5 ഉണ്ട്. 5 ഒരേപോലെയുള്ള വന്നാൽ അത് എത്ര വരും? 5 അല്ലെങ്കിൽ 5 5 അല്ലെങ്കിൽ 5⁻6 ബൈ എത്ര കിട്ടും? 5. അപ്പൊ 5⁻6/5 എന്ന് പറഞ്ഞാല് 5 എന്ന് പറഞ്ഞാൽ 5⁻1 ആണ്. അപ്പൊ 5⁻6 5⁻1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 5⁻6 - 1, അതിന്റെ ഉത്തരം 5⁻5 എന്നുള്ള ആൻസർ ആണ് കിട്ടുക. ഇത് ഒരു തവണ വന്നതാണ്. ഇത് ഇങ്ങനെ തന്നെ എഴുതണമെന്നില്ല, ഇങ്ങനെ 5 5 ഉണ്ട്. അപ്പൊ താഴെ 5 ഉണ്ടായത് കൊണ്ട് നമുക്ക് എന്തെഴുതാം? 5 5⁻5 ഡിവൈഡഡ് ബൈ 5 എഴുതാം. 5ഉം 5ഉം കട്ട് ചെയ്താൽ നമുക്ക് 5⁻5 എന്ന് കിട്ടും. ഓക്കെ, ഈ ഐഡിയ മനസ്സിലായല്ലോ, ഈ പ്രോപ്പർട്ടി മനസ്സിലായല്ലോ, തെറ്റിക്കരുത്. ഓക്കെ, ഇനി ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നതെങ്കിൽ അതിന്റെ ആൻസർ എത്ര കിട്ടും? 5 5⁻5 വന്നാൽ അതിന്റെ ആൻസർ 5�6 എന്ന് കിട്ടും. ഓക്കെ, ഈ ഒരു പ്രോപ്പർട്ടി മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ ക്വസ്റ്റ്യൻ 2⁻6 - 2⁻5 എത്ര വരും എന്നുള്ളതാണ്. പലരും തെറ്റിക്കുന്നതാണ് ഈ ചോദ്യം. 2⁻6 ന് 2⁻5 കുറച്ചാൽ എത്ര കിട്ടും? ആൻസർ 2⁻5. എന്തുകൊണ്ട്? 2⁻5ഉം 2⁻5ഉം കൂട്ടുമ്പോഴാണ് 2⁻6 കിട്ടുക. അപ്പൊ എന്ത് കിട്ടും? ഈ 2⁻5 ഇപ്പുറത്തേക്ക് വന്നാല് 2⁻6 - 2⁻5 ആവൂലേ? അപ്പൊ ആൻസർ എത്ര കിട്ടും? 2⁻5 എന്ന് പറയുന്ന ആൻസർ കിട്ടും. അപ്പൊ നിങ്ങൾ പറയാനോട് 2⁻7 നിന്ന് 2⁻6 കുറച്ചാത്ര ആൻസർ 2⁻6. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ. ഓക്കെ, തെറ്റിക്കരുത്, അതുകൊണ്ടാണ് വീണ്ടും എക്സാമ്പിൾ പറയുന്നത്. ഓക്കെ, ഇനി ഇത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ഇതും പരീക്ഷയ്ക്ക് വന്നതാണ്. ഇതെല്ലാം എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 4⁻p = 8² ആയാൽ p എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിക്കുക, 4⁻p = 8². ശ്രദ്ധിക്കുക കുട്ടികളെ, ഇവിടെ p എന്ന് പറയുന്നത് ഇതാണ് കാണേണ്ടത്. ഈ കാണേണ്ട ഈ ലെറ്റർ ഏതിന്റെ പവറായിട്ടാണോ വന്നത്? നോക്ക്, 4ന്റെ പവറായിട്ടാണ് വന്നതെങ്കിൽ ഈ വലതു ഭാഗത്ത് തന്ന വിലയെ 4ന്റെ പവറായിട്ട് എഴുതണം. അതാണ് ബേസിക് ആയിട്ട് അറിഞ്ഞു വെക്കേണ്ട കാര്യം. അപ്പൊ നമുക്ക് എന്തെഴുതാം? ഇതിനെ മാറ്റിയിട്ട് ഞാൻ എഴുതുകയാണ്
4p ഈക്വൽ ടു 64 എന്ന് എഴുതാം. 8 സ്ക്വയർ 64 ആണല്ലോ. അപ്പൊ എനിക്ക് എന്ത് എഴുതാം? ഈക്വൽ ടു 64 നമുക്ക് എങ്ങനെ എഴുതാം? 4 ക്യൂബ്. 4 ക്യൂബാണ് 64. കാരണം എന്താ? 4 into 4 into 4. 4 4 16. 16 4 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടും 64. അപ്പൊ അതിന് 4p 4 ക്യൂബ്. അപ്പൊ ആൻസർ ആയില്ലേ? നോക്കിയാൽ 4p 4 ക്യൂബ് ആവുമ്പോൾ p എത്ര വരും? p ഈക്വൽ ടു നോക്ക് 4 4 ഈക്വൽ അല്ലേ? അപ്പൊ p ഈക്വൽ ടു എത്ര കിട്ടും? 3 എന്ന് പറയുന്ന ആൻസർ കിട്ടും. അപ്പൊ ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്താ? ഈ താഴെ 4 ആണെങ്കിൽ, അറിയാത്ത വാല്യൂവിന്റെ താഴെയുള്ളത് 4 ആണെങ്കിൽ, 4 ആണെങ്കിൽ ഈ നമ്പറിനെയും 4ന്റെ പവറിൽ എഴുതണം. അതാണ് അതിന്റെ പോയിന്റ്. ഓക്കെ, അപ്പൊ അത് ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയിട്ട് കണ്ടതിന് ശേഷം അത് നോട്ട്ബുക്കിൽ എഴുതി വെക്കണേ. ഓക്കെ, ഇത് നോക്കൂ. ഇങ്ങനെ വരുമ്പോ എന്താണ് പ്രോപ്പർട്ടി പറഞ്ഞത്? 3ന്റെ പവർ ഒരുപോലെയുള്ളത് 3 വന്നാല് 3ന്റെ അടുത്ത പവർ ആവുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഇതിനെ മാറ്റിയിട്ട് എനിക്ക് എങ്ങനെ എഴുതാം? ഇതിനെ മാറ്റിയിട്ട് 3/4 അടുത്ത പവർ 4 അല്ലേ? 3/4 സമം എത്ര എഴുതാം? 9p. 9p ആണ്. അപ്പൊ 9 ആണ് p ഇവിടെ ഉള്ളത് അല്ലെ? 9 ആണ് p ഉള്ളത്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന നമ്പറിനെ 9ന്റെ പവറിൽ എഴുതണം. ഈ പറഞ്ഞ നമ്പറിനെ 9ന്റെ പവറിൽ, കാരണം p 9ന്റെ കൂടെയാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? 3/4ന്റെ വില നോക്കിയാൽ 3 into 3 into 3 into 3. ഈ 3 മൾട്ടിപ്ലൈ ചെയ്താൽ 9 കിട്ടും. 3 മൾട്ടിപ്ലൈ ചെയ്താൽ 9 കിട്ടും. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 81 ആണ് കിട്ടുക. അപ്പൊ ഇതിനെ ഞാൻ എഴുതുകയാണ് 81 ഈക്വൽ ടു 9/p. 81നെ 9ന്റെ പവറിൽ എഴുതിക്കൂടെ? എങ്ങനെ എഴുതാ? 9 സ്ക്വയർ ഈക്വൽ ടു 9/p. അപ്പൊ നോക്കിയാൽ താഴെ 2 ബേസും ഒരേപോലെ വന്നു. ഈ ഒരേപോലെ വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ താഴെ എത്രയുണ്ടോ അതേ ബേസിൽ ഇതിനെയും എഴുതണം. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? 9 9 ഈക്വൽ ആണ് 2 ഈക്വൽ ടു p. അപ്പൊ p യുടെ വാല്യൂ നമുക്ക് കിട്ടി 2. p യുടെ വാല്യൂ 2. ഈ പറഞ്ഞ ഐഡിയ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. ഞാൻ അതിന്റെ ബേസ് ആയിട്ടുള്ള കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. √2n ഈക്വൽ ടു √2n 8. അപ്പോ നിങ്ങൾ നോക്കേണ്ടത് എന്താ? 2n ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഉള്ളത് എത്രയാണ്? 8 ആണ്. അപ്പൊ ഈ 2ന്റെ പവറിൽ 8നെ മാറ്റണം. അപ്പൊ നമുക്ക് എഴുതാം. നോക്ക്, √2n ഈക്വൽ ടു 2 ക്യൂബ് എന്ന് എഴുതാലോ. 2 ക്യൂബ് എന്ന് എഴുതാലോ. കാരണം 8 എന്ന് പറഞ്ഞാൽ 2ന്റെ ക്യൂബ് അല്ലേ? 3ാമത്തെ പവർ വരുന്നതാണ്. അപ്പൊ നിങ്ങൾ അറിയേണ്ട ഒരു പോയിന്റ് ഉണ്ട്. എന്താണ് ആ പോയിന്റ് എന്ന് അറിയോ? ശ്രദ്ധിക്കുക. √2 എത്രയാണെന്നറിയോ? വില 2/3 ആണ്. √3 അതിന്റെ ഉത്തരം 3 സ്ക്വയറിനാണ്. എന്തുകൊണ്ട് അങ്ങനെ വരുന്നത് ചോദിച്ചാല് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. √2/6 എന്ന് പറഞ്ഞാല് ശ്രദ്ധിക്കുക, √2 into 2 into 2 into 2 into 2 into 2. ഇതാണ് √2/6 പറഞ്ഞാല്. നോക്ക്, അപ്പൊ ഇതിന്റെ വില എത്ര കിട്ടും? ഈ റൂട്ടിന്റെ ഉള്ളിൽ വരുമ്പോ ഈ 2 പകരം ഒരു 2 ഒറിജിനൽ 2 കിട്ടും. റൂട്ട് ഇല്ലാത്ത ഒരു 2 കിട്ടും. ഈ 2 പകരം അതും നമുക്ക് റൂട്ട് ഇല്ലാത്ത ഒരു 2 കിട്ടും. ഈ 2 പകരം റൂട്ട് ഇല്ലാത്ത 2 കിട്ടും അല്ലെ? √4 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഈ 4 പകരം 2 ആയി, ഈ 4 പകരം 2 ആയി. 2 into 2 4 ആണല്ലോ. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എത്ര കിട്ടി? 2 ക്യൂബ് എന്ന് കിട്ടി. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇത് √2/6 അല്ലേ? 2 6 അപ്പൊ ആ √2/6 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 2 ക്യൂബ് എന്ന് കിട്ടും. ഐഡിയ മനസ്സിലായല്ലോ? √2/6നെയാണ് ഇപ്പൊ ഞാൻ എന്ത് എഴുതിയത്? റൂട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് എഴുതിയത്. കറക്റ്റ് അല്ലേ? അപ്പൊ ഇതിന്റെ നേരെ പകുതിയാണ് പവർ വരിക. റൂട്ട് വന്നാല് ശ്രദ്ധിക്കണേ, 6 നോട്ട് ചെയ്യണം. ഈ പോയിന്റ് ഈ എക്സാമ്പിൾ ഒന്ന് എഴുതി വെച്ചാൽ മതി. √2/6ന്റെ വില 2 ക്യൂബ്. √3/4ന്റെ വില റൂട്ട് ഇല്ലാതെ 3 സ്ക്വയർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ 2 ക്യൂബ് ആണ് ഉള്ളത് എങ്കിൽ ഇവിടെ എത്ര വരണം?
2 raised to എത്ര വരണം? ഇവിടെ 6 വരുമ്പോഴല്ലേ 2 ക്യൂബ് വരിക അല്ലേ? ഇവിടെ 6, ഇവിടെ 6 വരുമ്പോഴാണ് എന്ത് വരുന്നത്? ഇവിടെ 3 വരുന്നത്. അപ്പൊ ആൻസർ n-ന്റെ വില അപ്പൊ എത്ര കിട്ടും? n ഈക്വൽ ടു 6 എന്ന് പറയുന്ന വില കിട്ടും. നോക്ക, ഞാനൊന്ന് പേന ക്ലിയർ ഇല്ലെങ്കിൽ ഞാൻ എഴുതരാം. n ഈക്വൽ ടു 6 എന്ന് കിട്ടും. ഇത് 2 raised to 6 ആണ്, ഇത് 2 ക്യൂബ് ആണ്. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? അപ്പൊ n എത്ര വരും? 6 ആയിട്ട് വരും. ഐഡിയ മനസ്സിലാക്കാൻ റൂട്ടിനുള്ളിൽ പവർ വരുമ്പോ അതിന്റെ പകുതിയാണ് ഇല്ലാണ്ട്. ഇപ്പൊ 3 ആയതുകൊണ്ട് ഇവിടെ എത്ര വേണം? 6 വേണം. അപ്പൊ n ഈക്വൽ ടു എത്ര കിട്ടണം? 6 എന്ന് കിട്ടണം. ഓക്കെ, അപ്പൊ ആ പ്രോബ്ലം കറക്റ്റ് ആയല്ലോ. ഇനി ഈ പ്രോബ്ലം നോക്കൂ. ഓക്കെ, ഇതിൽ കുറിച്ച് വെക്കണേ. ഓക്കെ, ഇനി ഈ പ്രോബ്ലം നോക്കൂ. ഏതാണത്? 5 raised to n ഈക്വൽ ടു 625 ആയാല് 5 raised to n minus 3 എത്ര ആണോ ചോദ്യം. ഓക്കെ, 5 raised to n minus 3 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമുക്ക് എഴുതാം. 5 raised to n minus 3 എന്ന് പറഞ്ഞാല് 5 raised to n by 5 ക്യൂബ്. അതായത് പവർ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് പവർ കുറയുക. പവറുള്ള നമ്പർ ഡിവൈഡ് ചെയ്യുമ്പോഴാണ്, ഹരിക്കുമ്പോഴാണ് പവർ കുറയുക. അപ്പൊ ഇതിനെ ഇങ്ങനെ എഴുതാം. ഇതിന്റെ വില നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 625. 625. 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്ര അറിയാം? 125. സംശയം ഉണ്ടാ? 5 ക്യൂബിന്റെ വില 5 × 5 × 5 ആണ്. അത് 125 ആണ്. കറക്റ്റ്. അപ്പൊ 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് എത്ര? 125. അപ്പൊ 625-നെ 125 കൊണ്ട് ഡിവൈഡ് ചെയ്താല് നമുക്ക് എത്ര ഉത്തരം കിട്ടും? 5 എന്ന് കിട്ടും ഉത്തരം. 625-നെ 125 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് 5 കൊണ്ട് കട്ട് ചെയ്ത് നോക്കുക. പിന്നെ അപ്പൊ ഒരു നമ്പർ കിട്ടും. വീണ്ടും 5 കൊണ്ട് കട്ട് ചെയ്യുക. വീണ്ടും 5 കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പോയാൽ ലാസ്റ്റ് എത്ര കിട്ടും? 5 കിട്ടും. അല്ലെങ്കിൽ 5 125 ആണ് 625. 125-നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 625 എന്ന് കിട്ടും. മാത്സ് ഈസി ആയിട്ടുള്ളവർക്ക് ഇങ്ങനെ എളുപ്പത്തിൽ കിട്ടും. മറ്റുള്ളവര് ഡിവൈഡ് ചെയ്തിട്ട് പോയാൽ മതി. അപ്പൊ ആൻസർ 5 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If 10 raised to 10 minus 1 is a natural number, അതായത് മലയാളത്തിൽ പറഞ്ഞാല് 10 raised to 10 കുറക്കണോ 1 ഒരു എണ്ണൽ സംഖ്യയാണ്. നാച്ചുറൽ നമ്പറിന്റെ മലയാളം എണ്ണൽ സംഖ്യ ആണ്. സം ഓഫ് ഡിജിറ്റ്സ്, ഡിജിറ്റ്സ് പറഞ്ഞാല് അക്കങ്ങൾ. അതായത് എങ്കില് അക്കങ്ങളുടെ തുക എത്ര എന്നാണ് ചോദ്യം. അക്കങ്ങളുടെ തുക എത്ര എന്നുള്ളതാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, 10 raised to 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര അറിയാം? 10 ആണെന്ന് അറിയാം. 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര അറിയാം? 100 ആണെന്ന് അറിയാം. അതായത് ഈ പവർ വരുന്നതിനനുസരിച്ച് 0 ഇവിടെ വരുന്നറിയാം. 10 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 0. 10 ക്യൂബ് ആണെങ്കിൽ എത്ര വരും? 1-ന് ശേഷം 3 0. അപ്പൊ 10 raised to 10 എന്ന് പറഞ്ഞാൽ എത്ര വരും? 10-ന് ശേഷം 1-ന് ശേഷം 10 0 വരും അല്ലെ? 1-ന് ശേഷം 10 0 വരും. അപ്പൊ ഇനി നിങ്ങൾ അറിയേണ്ടത് 10 raised to 1-ൽ നിന്ന് 1 കുറച്ചാല് എത്ര കിട്ടും? 10-ൽ നിന്ന് 1 കുറച്ചാൽ മതി അല്ലെ? 10 raised to 1-ൽ നിന്ന് 1 കുറച്ചാല് 10-ൽ നിന്ന് 1 കുറച്ചിട്ട് 9 കിട്ടും. 10 സ്ക്വയറിൽ നിന്ന് 1 കുറച്ചാല് 100-ൽ നിന്ന് 1 കുറച്ചിട്ട് 99 കിട്ടും. 10 ക്യൂബിൽ നിന്ന് 1 കുറച്ചാലോ 1000-ൽ നിന്ന് 1 കുറച്ചിട്ട് 39 കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ 10 raised to 10-ൽ നിന്ന് 1 കുറച്ചാല് എത്ര 9 കിട്ടും? ഞാൻ പറയാം എത്ര 9 കിട്ടും? 1 2 3 4 5 6 7 8 9 9. എന്തുകൊണ്ട് അറിയോ? നോക്കൂ, 10 ക്യൂബ് 10-ന്റെ പവർ 3 വരുമ്പോ 3 9 വരുന്നത്. 10-ന്റെ പവർ 2 വരുമ്പോ 2 9 വരുന്നത്. അപ്പൊ 10-ന്റെ പവർ 10 കുറക്കണം 1 എന്ന് വരുമ്പോ അതിൽ എത്ര 9 വരും? 9 9 വരും. അപ്പൊ 9 9. അപ്പൊ ഇതിൽ അക്കങ്ങളുടെ തുകയാ വേണ്ടത്. ഇതിലത്തെ അക്കങ്ങളെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ 9 എണ്ണല്ലേ ഉള്ളത്. അപ്പൊ സം ഓഫ് ഡിജിറ്റ്സ് എത്ര കിട്ടും? നിങ്ങൾക്ക് ഉത്തരം എഴുതാ. സം ഓഫ് ഡിജിറ്റ്സ് അല്ലെങ്കിൽ അക്കങ്ങളുടെ തുക നിങ്ങൾക്ക് എത്ര എഴുതാ? 9 9 കൂട്ടി നമുക്ക് എത്ര കിട്ടും? 81. 81. ഇത് PSCക്ക് UPSCക്കൊക്കെ
ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ അക്കങ്ങളുടെ തുക 81 എന്ന് കിട്ടും. 10:10 കുറക്കണം 1 പറഞ്ഞാല് എത്ര വരും? ആ 10ന്റെ ഈ പവറിൽ നിന്ന് 1 കുറച്ചാൽ മതി. 10ൽ നിന്ന് 1 കുറച്ചാൽ 9 വരും. 9 വരും. അപ്പൊ ഐഡിയ മനസ്സിലായല്ലോ? പ്രിയപ്പെട്ട കുട്ടികളെ, ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ഇതിന്റെ എക്സ്പോണൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത്. ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ബൈ.